നമസ്കാരം. എക്സിറ്റ് പോൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. 2015 സംഭവം ഓർമ്മയില്ലേ? കുഴലൂത്തുകാരായിട്ടുള്ള മാധ്യമങ്ങൾ അടക്കം പ്രസിദ്ധീകരിച്ച എക്സിറ്റ് പോൾ റിസൾട്ടുകൾ BJPക്ക് വലിയ സന്തോഷം പ്രദാനം ചെയ്യുമെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നത് ബീഹാറിലെ ജനതയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസിക്കും വളരെ വ്യക്തമാണ്. ഇങ്ങനെ നുണ പറയരുത് കേട്ടോ. ബീഹാറിൽ പ്രസിദ്ധീകരിച്ച എക്സിറ്റ് പോളുകൾ വീണ്ടും ശ്രദ്ധേയമായ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. വിവിധ മീഡിയ സ്ഥാപനങ്ങൾ പുറത്തുവിട്ട ഈ പോളുകൾ എല്ലാം ഒരു ശബ്ദത്തിൽ തന്നെ NDA സഖ്യം അധികാരത്തിലൊക്കെ എത്തുമെന്ന് ഉറപ്പായിട്ട് പ്രവചിക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയ ബോധമുള്ള ആരും ഇത്രയും എളുപ്പത്തിൽ ഈ കണക്കുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല. എക്സിറ്റ് പോൾ എന്നത് ഒട്ടേറെ തവണ തെറ്റിപ്പോയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള വലിയ ജനാധിപത്യത്തിൽ വോട്ടർമാരുടെ മനസ്സ് കൃത്യമായി പിടികൂടുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെ? ബീഹാറിലെ യഥാർത്ഥ സാഹചര്യം നമ്മൾ കാണുമ്പോൾ ജനങ്ങൾ സർക്കാർ വിരുദ്ധ മനോഭാവത്തിലാണ് വോട്ട് ചെയ്യാൻ എത്തിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാണ്, അല്ലെ? തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമൂഹിക അസമത്വം എന്നിവയിൽ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ മാറ്റത്തിനാണ് ആഗ്രഹിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എക്സിറ്റ് പോൾ പറയുന്നത് പോലെ വീണ്ടും NDAയെ തിരഞ്ഞെടുക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? ബീഹാറിലെ ഗ്രാമപ്രദേശങ്ങളിൽ യുവാക്കൾക്ക് തൊഴിലില്ല. കർഷകരാകട്ടെ കടബാധിതയിൽ വീഴുന്ന കാഴ്ചയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ നിലവാരം അതീവ മോശവും. ഈ യാഥാർത്ഥ്യങ്ങൾ മറികടന്ന് എക്സിറ്റ് പോളുകൾ BJPക്ക് അനുകൂലമായി ചായുന്നത് സംശയത്തോടെ തന്നെ നോക്കേണ്ടതുണ്ട്. പലർക്കും തോന്നുന്നത് പോലെ ഈ എക്സിറ്റ് പോളുകൾ BJPയുടെ അനുകൂല പ്രചാരണ ഉപാധിയായി മാറിയിരിക്കുകയാണ് എന്നതാണ്. പ്രധാന ചാനലുകളിലൂടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രചരിക്കുന്ന ഈ കണക്കുകൾ മനഃശാസ്ത്രപരമായ സ്വാധീനം ചെലുത്തി ജനങ്ങളിൽ അവരാണ് ജയിക്കാനിരിക്കുന്നത് എന്ന ധാരണ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതായത് എതിർകക്ഷിയുടെ പ്രവർത്തകരിലും വോട്ടർമാരിലും നിരാശയും നിരുത്സാഹവും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് BJP ഇങ്ങനെ നടത്തുന്നത്. ഇതിൽ കൂടുതൽ ഭീഷണിയായത് വോട്ട് ചോരിയുടെ ആരോപണങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകൾ പല സംസ്ഥാനങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ബീഹാറിലും വോട്ട് എണ്ണലിനോടനുബന്ധിച്ച് കൃത്രിമങ്ങൾ നടക്കുമെന്ന ആശങ്ക ജനങ്ങളിൽ വളരെയധികവും ശക്തവുമാണ്. ചില മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ദിനത്തിൽ തന്നെ EVM തകരാറുകൾ, അധികാരപക്ഷത്തിന്റെ അതിക്രമങ്ങൾ, വോട്ടർമാരെ നേരിട്ട് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയവയെ കുറിച്ച് പ്രാദേശിക മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭൂരിപക്ഷം ജനങ്ങൾ കാണുന്നത് വോട്ട് ചോരിയുടെ പ്രമേയം ന്യായീകരിക്കുന്ന ഒരു തയ്യാറെടുപ്പ് എന്ന രീതിയിൽ തന്നെയാണ്. ജനാധിപത്യത്തിന്റെ ആത്മാവ് ജനങ്ങളുടെ യഥാർത്ഥ ഇഷ്ടം പ്രതിഫലിക്കുന്നതിലാണുള്ളത്. എന്നാൽ ഈ തവണയും അധികാരത്തിനായി BJPയും അതിന്റെ കൂട്ടുകാരും ഉപയോഗിക്കുന്നത് പ്രചാരണ യന്ത്രങ്ങൾ, പണമൊഴുക്കി മാധ്യമങ്ങൾ, എക്സിറ്റ് പോളുകൾ എന്നിവയുടെ ശക്തി പിടിച്ചു വാങ്ങൽ ഒക്കെ തന്നെയാണ്. അതായത് സ്ഥിരം പല്ലവി തന്നെ. ബീഹാറിലെ യഥാർത്ഥ ജനാഭിപ്രായം ഈ കൃത്രിമ കണക്കുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് ഉറപ്പാണ്. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിലല്ല, ഭ്രാന്തമായ ജയപ്രചാരണത്തിലൂടെയാണ് അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിനാൽ ബീഹാറിലെ ജനങ്ങൾ ഈ എക്സിറ്റ് പോൾ പ്രചാരണം മനസ്സിലാക്കി യഥാർത്ഥ ഫലത്തിനായി കാത്തിരിക്കുക തന്നെയാണ് ഇപ്പോഴും. ചരിത്രം പറഞ്ഞു തരുന്നത് ഒറ്റത്തവണയും എക്സിറ്റ് പോൾ കണക്കുകൾക്കല്ല, ജനങ്ങളുടെ മനസ്സിൽ തന്നെയാണ് വിജയിക്കാനുള്ള അധികാരം ഉള്ളൂ എന്ന കാര്യമാണ്. ഒരു കാര്യം കൂടി പറയാം. എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോയി BJPയുടെ ആത്മവിശ്വാസം തകർത്ത നിരവധി രാഷ്ട്രീയ സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നിറഞ്ഞതാണ്. ഇവിടെ ചില പ്രധാന സംഭവങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രത്തോളം ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാനാണ്. ഒന്നാമത്തത് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തെറ്റിപ്പോയ ഏറ്റവും പ്രസിദ്ധമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതായത് അന്ന് ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യവുമായി BJP വളരെ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. എല്ലാ പ്രധാന എക്സിറ്റ് പോളുകളും NDAക്കാണ് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്തു. പക്ഷെ ഫലങ്ങൾ വന്നപ്പോഴോ പൂർണ്ണമായും മറിച്ച് കോൺഗ്രസ് നയിച്ച UP ആണ് വിജയിച്ചത്. BJPയുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്നുപോയി. ഇതിനെ തുടർന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിന് പുറത്തു പോകേണ്ടതായി കൂടി വന്നു. അടുത്ത സംഭവം 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇതും ബീഹാറിൽ തന്നെയാണ് നടന്നത് എന്നുകൂടി ഞാൻ പറയട്ടെ. അന്ന് എക്സിറ്റ് പോളുകൾ പലതും BJPക്ക് വ്യക്തമായ മുൻതൂക്കം കാണിച്ചിരുന്നു, അതായത് അവർ പ്രവചിച്ചിരുന്നു. പക്ഷെ യഥാർത്ഥ ഫലത്തിൽ മഹാഗഡ്ബന്ധൻ, അതായത് നിതീഷ് കുമാറും ലാലു പ്രസാദും കോൺഗ്രസ് സഖ്യം കൂടിയുള്ള വൻ ഭൂരിപക്ഷത്തോടെ ഇവരാണ് വിജയിച്ചത്. BJP കണക്കുകൂട്ടലുകളും ആത്മവിശ്വാസവും മുഴുവൻ തകർന്നു. ഈ ഫലം BJPക്കുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പാഠങ്ങളിൽ ഒന്നായിട്ട് മാറുകയായിരുന്നു.
ഇനി 2018 സംഭവമാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എക്സിറ്റ് പോളുകളൊക്കെ മിശ്രമായ പ്രവചനങ്ങളാണ് നൽകിയിരുന്നത്. ചിലത് BJPക്ക് നേട്ടമെന്ന് പറഞ്ഞു, ചിലതാകട്ടെ ടൈ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഫലങ്ങളിൽ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിലേറി എന്നത് ശ്രദ്ധേയമാണ്. BJP പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രധാന രാഷ്ട്രീയ മുന്നറിയിപ്പ് കൂടിയായിരുന്നു. 2021 വരാം. പശ്ചിമ ബംഗാൾ. ഇവിടെ എക്സിറ്റ് പോളുകൾ ബംഗാളിൽ BJP വളരെയധികം മുന്നേറുമെന്ന് പ്രവചിച്ചിരുന്നു. ചില പോളുകളാകട്ടെ മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഭൂരിപക്ഷം കുറയുമെന്ന് പോലും പ്രവചിച്ചു. പക്ഷെ യഥാർത്ഥ ഫലം വന്നപ്പോൾ മമതാ ബാനർജി വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നു. BJPക്കാകട്ടെ പ്രതീക്ഷിച്ചത്ര നേടാനുമായില്ല. 2023 കർണാടക. ഇവിടെയും എക്സിറ്റ് പോളുകൾ ഹങ്ക് അസംബ്ലി അല്ലെങ്കിൽ ചെറിയ BJP മുൻതൂക്കം പ്രവചിച്ചിരുന്നു. എന്നാൽ ഫലത്തിലാകട്ടെ കോൺഗ്രസ് വൻ ഭൂരിപക്ഷം നേടി. BJP സംസ്ഥാന തലത്ത് അടിത്തറ നഷ്ടപ്പെടുത്തുകയാണ് ഇവിടെ ഉണ്ടായത്. ഇതും എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യതയെ വീണ്ടും ചോദ്യം ചെയ്യാൻ കാരണമായ സംഭവമാണ്. വലിയ ആത്മവിശ്വാസവുമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ നേരിട്ട BJPക്ക് കിട്ടിയ വലിയ എക്സിറ്റ് പോൾ തിരിച്ചടികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇതേപോലെ തന്നെ ഒരു ഫലം തന്നെയാണ് ബീഹാറിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബീഹാറിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ പ്രവചിച്ച ഫലം നടക്കാൻ പോകുന്നില്ല. അവിടെ NDA ഒരിക്കലും അധികാരത്തിലെത്തില്ല. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്താണ്? ബീഹാറിൽ ആര് അധികാരത്തിലേറും? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ.